ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ക്രിസ്റ്റ. ഡൽഹിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാറ് ക്രിസ്റ്റയാണ്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ വാഹനങ്ങളിൽ കേരളത്തിലെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനവും ഇന്നോവ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയാണ്. ഇപ്പോൾ ക്രിസ്റ്റയ്ക്ക് നമുക്ക് രണ്ട് വേരിയൻറ്റിലേ വരുന്നുള്ളൂ, GX ആൻഡ് GX പ്ലസ്. ഇത് GX പ്ലസ് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ഇന്നോവ ക്രിസ്റ്റ GX പ്ലസ്, അതാണ് ഈ വേരിയൻറ്റ്. GX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. അതൊരു ടാക്സി സെഗ്മെൻറ്റിനെ മാത്രം ബേസ് ചെയ്ത് വരുന്ന ഒരു വേരിയൻ്റ് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ആ വേരിയൻറ്റിൽ വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനും ടാക്സി യൂസിനും ഒരേപോലെ യൂസ് ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് GX പ്ലസ്. ഇപ്പോഴും ഇന്ത്യൻ ടാക്സി സെഗ്മെൻറ്റിലെ കിങ് എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണ് നമ്മളുടെ ക്രിസ്റ്റ. പലരും ചെയ്യുന്നത് 2017 ഇറങ്ങിയ ക്രിസ്റ്റയൊക്കെ എടുത്തിട്ട് ഡൽഹിയിൽ നിന്നൊക്കെ ഇവിടെ നാട്ടിൽ കൊണ്ടുവരും, എന്നിട്ട് അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് പുതിയ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യാറ്. കാരണം 2017 ഇറങ്ങിയ ക്രിസ്റ്റയും പുതിയ ക്രിസ്റ്റയും തമ്മിൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ വരുന്നുള്ളൂ, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോഴും അത്യാവശ്യം സെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണ് ക്രിസ്റ്റ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞ് ഡിലേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വാഹനം ലഭിക്കുകയുള്ളൂ. സ്റ്റിൽ ആൻഡ് ഓൾഡ് സ്കൂൾ MPV എന്ന് വിളിക്കാം. ഇപ്പോഴത്തെ 2025 മറ്റു വാഹനങ്ങളിൽ കാണുന്ന അത്ര ഫീച്ചേഴ്സോ സംഭവങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ്. നമുക്ക് ടാക്സി സെഗ്മെൻറ്റിലോ പേഴ്സണൽ യൂസിനോ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. വളരെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ള ഒരു വാഹനവുമാണ് നമ്മളുടെ ക്രിസ്റ്റ. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ, ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2017 ലുക്കും ഇതുമായിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് ഒന്ന് ഹൈ ബീം ഒന്ന് ലോ ബീം, അതിനോട് ചേർന്ന് പാർക്ക് ലൈറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ക്ലിയർ ലെൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഫോഗ് ലൈറ്റ് വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ കോർണറിലായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ക്രിസ്റ്റ എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഈ പോർഷനിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്, സ്ലിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ. ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. അത് കണ്ടിന്യൂഷൻ എന്ന പോലെയാണ് ആ ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. താഴെ നമുക്ക് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. നടുക്ക് ടൊയോട്ടയുടെ വലിയൊരു ലോഗോ. 176 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതല്ലാണ്ട് എടുത്ത് പറയത്തക്ക മറ്റൊരു ഫീച്ചേഴ്സും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് വെഹിക്കിൾ. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. 4735 mm ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത്. വീൽ ബേസ് മാത്രം നമുക്ക് 2750 mm വരുന്നുണ്ട്. ഇപ്പോൾ ടയേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സ് ആണ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 205 65 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. മിറേഴ്സിലേക്ക് വന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ മിറേഴ്സാണ്. അതിനകത്ത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്കൊരു ലൈറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു യെല്ലോയിഷ് ഫ്ലോറുള്ള ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഈ വശങ്ങളിൽ താഴെ കാണുന്ന ഈ ക്രോംസ് ഇൻസേർട്ട് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പ്രത്യേകിച്ച് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതിനകത്ത് ടൊയോട്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിലിൽ കാണുന്ന ഈ ഒരു ക്രോമും ഈ വാഹനത്തിൽ വരുന്നതാണ്. ഈ റെയിൻ ഗാർഡ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഈ GX പ്ലസിൽ അഡീഷണലി വരുന്നതാണ്. ഇതിനകത്ത് ഒരു കാര്യങ്ങളും നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലെ ഡോർ ഹാൻഡിൽസിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് ബാക്കിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്കൊരു ഷാർപ്പിൻ ആൻറ്റിന കാണാം. വേറെ സൺറൂഫ് പോലെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റ 2017 ഇറങ്ങിയത് എങ്ങനെയാണോ ആ സെയിം ലുക്കാണ്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ഇതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ ബാക്കിൽ നമുക്ക് ഡീഫോഗറുള്ള ഗ്ലാസ്സുകളല്ല കൊടുത്തിരിക്കുന്നത്, പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ കൊടുത്തിരിക്കുന്നു. ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഡിസൈൻ തന്നെ നമുക്ക് ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡാഷ് ക്യാം, ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിങ്ങുള്ള ഡാഷ് ക്യാം വരുന്നുണ്ട്. അതും ബിൽറ്റിൻ വരുന്നതാണ്, ആക്സസറി ചെയ്തതല്ല. നടുക്ക് നമുക്കിവിടെ ഒരു വലിയ ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷനിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ടൈലൈറ്റിലേക്ക് വന്നാൽ ഫുൾ ഹാലജൻ യൂണിറ്റാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. വേരിയൻ്റെ വാല്യൂ 2.4G എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ്. ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്, അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ബാക്കിൽ 2 റിഫ്ലക്ടേഴ്സും കാണാം.
ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് 300 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുക. അത് ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ബാക്കിലെ സെൻറ്റർ പാസഞ്ചറിനുള്ള ഹെഡ് റെസ്റ്റ് ആണ്. അത് നമുക്ക് ഊരി ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ലിവർ നമ്മൾ പുള്ള് ചെയ്തിട്ടാണ് ഈ സീറ്റ് ഫോൾഡ് ചെയ്യുന്നത്. ഈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഫ്ലാറ്റായിട്ട് ഫോൾഡ് ആകുമ്പോൾ ഈ ഒരു രീതിയിലാണ് ക്രിസ്റ്റയുടെ സീറ്റുകൾ ഫോൾഡായിട്ടിരിക്കുക. ബാക്കിലേക്ക് നമുക്കിവിടെ ലൈറ്റുകൾ കൊടുത്തിട്ട് ബൂട്ട് ലൈറ്റ് ഒരെണ്ണം വരുന്നുണ്ട്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. 3 റോയും നിവർത്തി വെക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്പെയർ വീല് വാഹനത്തിൻ്റെ അണ്ടർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി ഉള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീയും 2 നോർമൽ കീയുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിൽ ആ ഒരു സിമിലർ ലുക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഏകദേശം ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. നടുക്കൊരു വുഡ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ ഒരു പോർഷനിൽ മാത്രം ആ വുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്ന സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു റിഫ്ലക്റ്റേഴ്സും കാണാനായിട്ട് പറ്റും. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റാണ്. 3 പെഡലുകൾ കാണാം. ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ഇത് ബാക്കിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ. ഇത് SOS എമർജൻസി സ്റ്റോപ്പിൻ്റെ ടാക്സി വാഹനങ്ങളിൽ വരുന്ന ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ക്രിസ്റ്റ GX ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ആൻ ഓൾഡ് സ്കൂൾ SUV അതാണ് എൻ്റെ അകത്ത് കയറി നമുക്ക് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ NPV. കാരണം ഈ സെൻറ്ററിലെല്ലാം നമുക്ക് ആ ഒരു വുഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടൊരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക കൺട്രോൾസ് ഒന്നും വരുന്നില്ല. ഇതിനകത്തൊരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് എന്ന് പറയാവുന്ന രീതിയിലാണ് ആ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ബ്രോൺസ് ഫിനിഷ് എന്ന് പറയുന്ന അടുക്ക് ലോഗോ. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, വലതുവശത്ത് ഇവിടെ ഒരു ബട്ടൺ നമ്മുടെ ചെറിയ ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും വരെ അനലോഗാണ്. നടുക്ക് ചെറിയൊരു ഡിസ്പ്ലേ, എനിക്ക് തോന്നുന്നു 2.5 mm ആയിരിക്കും അതിനകത്തുള്ള ഡിസ്പ്ലേ. അതിനകത്ത് ഡോർ ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇക്കോ ആൻഡ് പവർ 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. പിന്നെ സെറ്റിങ്സ്, ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, കറണ്ട്, ഫ്യൂവൽ എഫിഷ്യൻസി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് അറിയാനായിട്ട് പറ്റുക. ട്രിപ്പ് A ട്രിപ്പ് B, അതായത് 2 ട്രിപ്പുകൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബേസിക് ആണ്, എന്നാൽ കാണാനും ഭംഗിയുള്ള രീതിയിലാണ് അത് വരുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് നമുക്ക് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലൂഷ് ഇലുമിനേഷനോട് കൂടിയാണ് വരുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. അവർ, മിനിറ്റ്, 0 അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ അവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. നടുക്ക് സെൻട്രലായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് കാണാം. അതിന് താഴെ നമ്മൾ പറഞ്ഞ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയേർഡ് ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക. മെനുവിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയോ, ഫോണ്, ആപ്സ്, പിന്നെ ഇൻഫർമേഷൻ, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള ഒരു റിവേഴ്സ് ക്യാമറയും അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ഒരു റിവേഴ്സ് ക്യാമറയും കാണാം. അത് ആ ഫുൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. താഴെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസിലുള്ള വാഹനങ്ങൾ നമുക്ക് 360 ക്യാമറ, അത് ഇത് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കാണാം. ഇതിനകത്ത് അങ്ങനെ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. ഈക്കോ ആൻഡ് പവർ ആൻഡ് ഡ്രൈവ് മോഡുകൾ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ സെൻട്രൽ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മുടെ മാനുവൽ ഗിയർ ലെവൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിലും നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. സെൻറ്റർ നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കിവിടെ ഒരു USB ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു.
നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. നമുക്ക് സെൻട്രലായിട്ടുള്ള സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലൈറ്റുകളെല്ലാം ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. IR-VMS മാനുവൽ ഡിമ്മിങ്ങുള്ള IR-VMS ആണ്. ഈ വാഹനത്തിൽ ബിൽറ്റിനായിട്ട് നമുക്കൊരു DVR അല്ലെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മാത്രം സ്റ്റിക്കർ ഹോൾഡർ ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന് ഇന്റീരിയർ എന്നുള്ള ലുക്ക്. ഈ വാഹനത്തിൽ നമുക്ക് 2 ഗ്ലോ ബോക്സ് വരുന്നത്. ഒന്ന് ടോപ്പ് മൗണ്ടഡ് ആയിട്ട് ഒരു സ്ലോ ഓപ്പണിംഗ് ഒക്കെ ആയിട്ടുള്ള അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ്. പിന്നെ താഴെ നമുക്ക് ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ഗ്ലോ ബോക്സ് കാണാം. അതിനകത്ത് നമുക്ക് ഈ വാഹനത്തിൽ ലോക്ക് ചെയ്യാൻ ആ ഗ്ലോ ബോക്സ് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ടാക്സിയിലൊക്കെയാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ച് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കാണാനായിട്ട് പറ്റും. ആ വശത്ത് നിങ്ങൾക്ക് ആ ഡോറിൻ്റെ സൈഡിൽ ആ വുഡ് ട്രീറ്റ്മെൻറ്റ് കാണാം. മറ്റ് വേറെ സോഫ്റ്റ് ടച്ചോ സംഭവങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് റോഡ് കംഫർട്ട് നോക്കാം. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വളരെ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ സുഖമായിട്ട് അകത്തേക്ക് കയറി ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ബാക്ക് ഡോർ പാഡിൽസിൽ നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ് കാണാം. നമുക്ക് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. താഴെ സ്പീക്കർ ഗ്രില്ല് ആ റിഫ്ലക്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്റർ ആംറെസ്റ്റ് ഈ വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് പറ്റും. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് നമുക്ക് ഈ ഒരു ലിവറിൽ പുള്ളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വേറൊരു വാഹനം ഇന്ത്യയിൽ വേറെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കേണ്ട ഒരു ബഡ്ജറ്റിൽ വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്പേസ് ആണ്. AC വെൻസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് മിഡിൽ റോക്ക് ഇവിടെയും ബാക്ക് റോക്ക് ഇവിടെയും ടോപ്പ് മൗണ്ടഡ് ആയിട്ട് AC വെൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫ്ലോ ബട്ടണും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്കും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. സെൻട്രലിൽ നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. 8 പേരെന്ന് പറഞ്ഞാൽ 8 പേർക്ക് വളരെ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേഷ്യസ് ആണ് ശരിക്കും നമ്മുടെ ക്രിസ്റ്റയിലുള്ളത്. നമ്മളൊരു ഫാമിലിയിൽ നിന്നൊക്കെ പോകാൻ 8 എന്ന് പറഞ്ഞാൽ 9-10 പേരൊക്കെ ചിലപ്പോൾ ക്രിസ്റ്റയിലൊക്കെ പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ തേർഡ് റോയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ ഫ്ലിപ്പ് ചെയ്ത് തന്നെ ഫോൾഡ് ആയിട്ട് വരും. ബാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്റ്റയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തെങ്കിലും 6 എയർ ബാഗ് ഒന്നും വന്നിട്ടില്ല. ഇനി ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ക്രിസ്റ്റയുടെ 6 എയർ ബാഗ് വന്നേക്കാം. ഇപ്പോൾ ഈ വേരിയന്റിൽ നമുക്ക് 3 എയർ ബാഗാണ് വരുന്നത്. ഫ്രണ്ടിൽ 2 എയർ ബാഗും പിന്നെ ഡ്രൈവർ സൈഡിൽ നീ എയർ ബാഗും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്തും കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള മീൻസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ക്രിസ്റ്റയിൽ നമുക്കിപ്പോൾ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ വരുന്നുള്ളൂ. 5 സ്പീഡ് മാനുവൽ, ഓട്ടോമാറ്റിക് വരുന്നില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ ഹൈ ക്രോസിലേക്ക് പോകേണ്ടി വരും. ഈ വാഹനത്തിൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് 2.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 148 BHP ആണ് അതിൻ്റെ പവർ. 343 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെയാണ് വാഹനം കയറുള്ളൂ. പക്ഷേ ഒരു 60-80 സ്പീഡിലായി കഴിഞ്ഞാൽ പിന്നെ പൂക്കുറ്റി പോലെ കയറി പോകുന്ന ഒരു എഞ്ചിൻ. ഇതിപ്പോൾ ക്രിസ്റ്റ ഒന്നും ഓടിക്കാത്ത ഒരു വണ്ടി ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഒരു മലയാളി ഉണ്ടാവില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു 2.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓടിക്കാത്ത ഒരാൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. മൈലേജ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ആവറേജ് ഒരു 10-11, ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ 12 വരെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2017 ശേഷം ഇറങ്ങിയ ക്രിസ്റ്റയൊക്കെ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നവർക്ക് പലർക്കും 2.8 ലിറ്റർ ഉള്ള ആ വാഹനം കിട്ടുന്നുണ്ട്. അതിനും 10 താഴെയാണ് മൈലേജ്. പക്ഷേ അതിനകത്ത് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 2.4ലും ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇപ്പോൾ ഹൈക്രോസ് ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ക്രിസ്റ്റയുടെ ഓട്ടോമാറ്റിക് ഒഴിവാക്കിയത്. പിന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റായ VX വരുന്നുണ്ടായിരുന്നു. ആ വേരിയൻറ്റും ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 2 വേരിയന്റേ ഉള്ളൂ. GX ആൻഡ് GX പ്ലസ്. പ്രത്യേകിച്ച് യാതൊരു ഓഫറും തന്നെ ക്രിസ്റ്റയ്ക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ ഒരു കൊല്ലത്തിൽ ഒരിക്കലും കൊടുത്തു കണ്ടിട്ടില്ല. ഇതിനും പ്രത്യേകിച്ച് ഓഫറൊന്നും തന്നെ വരുന്നില്ല. ഇതിന്റെ GX ബേസ് വേരിയന്റിന് നിങ്ങൾക്ക് 24,42,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരിക. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന GX പ്ലസിന് 27,63,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരിക. 7 സീറ്ററാണ്
സീറ്റർ കോൺഫിഗറേഷനിൽ അവൈലബിൾ ആണ്. ചെറിയ എന്തോ ഒരു പ്രൈസ് ഡിഫറൻസ് മാത്രമാണ് അതിനകത്ത് വരുന്നുള്ളൂ. ഇത് ശരിക്കും നമുക്ക് 8 സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഇത് ടാക്സിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്തോ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഞാൻ കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വാഹനമാണ് ക്രിസ്റ്റ. പലപ്പോഴും ഷോറൂമിൽ വരുമ്പോൾ വാഹനം കിട്ടാറില്ല വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ടൊയോട്ട റിലേറ്റഡിലെ എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൈരളി ടൊയോട്ടയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഓണം ഓഫർ കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.